ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. നാളെ എന്ന് പറയുന്നത് ഒരു ന്യൂ ഡേ, അതേപോലെ ഒരു ന്യൂ വീക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി വീക്കിലി പെർസ്പെക്റ്റീവിൽ നമ്മൾ വാച്ച് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി ലെവൽസ്, ഇൻട്രാഡേ ലെവൽസിനെ നമ്മൾ കീപ്പ് ചെയ്യണം. പല ആൾക്കാരും യൂട്യൂബിൽ ചെയ്യുന്നത് പോലെ റാൻഡം ഏരിയാസിൽ ഒരു 10-200 ലൈൻസ് ഡ്രോ ചെയ്ത് നമ്മൾ കുളവാക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ലെവൽസ് മാത്രം നമ്മൾ വാച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് തന്നിട്ടായിരുന്നു ഒരു ബ്രേക്ക് എടുത്തത്. ഈ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആ ബ്രേക്കിന് കഴിഞ്ഞ് തന്നാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ കുറേ ആൾക്കാർ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ബേസിലാണ്. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി പ്രീവിയസ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കുക. മോസ്റ്റ്ലി ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കുറേ ആൾക്കാർ അതിനെപ്പറ്റി എനിക്ക് വാട്സപ്പിൽ ചോദിച്ചായിരുന്നു. എനിക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ ടെലിഗ്രാമിലൊന്നും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ കുറച്ച് അധികം ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ലെവൽ മാസ്റ്ററി എന്ന് പറഞ്ഞ് കുറച്ച് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം എടുത്തിട്ടുള്ളൊരു, ഞാനൊരു കോഴ്സായിട്ട് റൺ ചെയ്തതായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇനി ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കും. മോസ്റ്റ്ലി കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ മോസ്റ്റ്ലി അങ്ങനെ കോഴ്സുകൾ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു കോഴ്സ് റൺ ചെയ്ത സമയത്തായിരുന്നു അതിൻ്റെ ഒരു പാട് എനിക്ക് മനസ്സിലായത്. കുറേ ആൾക്കാർ ഡൗട്ടുകൾ ചോദിക്കും. അതുപോലെ അവരുടെ കൂടെ അവരെപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് എന്തായാലും ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ടിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അവരുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം അതിൻ്റെ ഒരു റീസൺസ് കൊണ്ട് കറൻ്റ്ലി ഇത്രയും ആൾക്കാർക്ക്, ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തായാലും നമ്മൾ ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് ഞാൻ അഷ്യൂർ ചെയ്തൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ പാർക്ക് RSMC ബ്ലൂ ചിപ്പ്, ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഫ്രീ ട്രയൽ നോക്കാൻ പറ്റുന്നൊരു ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും എന്നുള്ളൊരു കാര്യം, ഇങ്ങനെ ഒരു ഡയറക്റ്റ് ലിങ്ക് ഫോമാറ്റിൽ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഷെയർ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ഞാനൊരു ബ്രേക്ക് എടുത്തതായിരുന്നു. നമുക്ക് ഇനി നാളെ തൊട്ട് എന്തായാലും ആ ഗ്രൂപ്പിലും എല്ലായിടത്തും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 3 മിനിറ്റ്സ് നമ്മളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ വളരെ കുറച്ച് ലെവൽസാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യാനായിട്ട് പോകുന്ന ലെവൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് 2 ലെവൽസ് നമ്മളെപ്പോഴും പറയുന്നതാണ്. 2 ലെവൽസായിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 23,813 എന്ന് പറഞ്ഞ ലെവലും, അപ്സൈഡിലോട്ടുള്ള ലെവല് 23,871. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ രീതിയിൽ ഈ ഒരു 2 ലെവൽസിൽ ബ്രേക്ക് ചെയ്യാൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഫർദർ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് അപ്സൈഡിലോട്ടുള്ള ഒരു മൂവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻ കേസ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് നാളെ തരുന്നത് എന്നുണ്ടെങ്കിൽ, ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ചെയ്യാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് അപ്പോൾ നോക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയാസിലൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്തില്ല, നമുക്ക് ലൈവിൽ തന്നെ ജസ്റ്റ് നമുക്ക് ഡ്രോ ചെയ്യാം. ഓൾമോസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവൽസൊക്കെ ആയിരിക്കാം. ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റിന് ഈ ഒരു ലെവലിനും ഈ ഒരു ലെവലിലും ഒക്കെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഫർദർ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ലെവൽ ജസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ബുള്ളിഷ് ആയിരിക്കും, പക്ഷേ കംപ്ലീറ്റ്ലി ഈ ഒരു ഹോൾ പോയിൻ്റ് ക്യാച്ച് ചെയ്യുക എന്നത് നമ്മുടെ ഒരു മൈൻഡിൽ കീപ്പ് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 354 എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു മൂവ് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് ഫർദർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ വ്യൂ ബുള്ളിഷ് ആണ് എന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകാം. അതിനോടൊപ്പം തന്നെ ഇനി ഈ ഒരു പുഷ് വാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് നമുക്കൊരു പുഷ് തന്നിട്ടുണ്ട്. ഈ ഒരു പുഷ് വാലിഡ് ആണ് എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നാളെയാണ്. നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പുഷ്
വാലിഡ് ആണെന്ന് കാണാനായിട്ട് പറ്റും. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് തിരിച്ച് ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയ വാച്ച് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കാം നെക്സ്റ്റ് അപ്പ് സൈഡിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിന് താഴെയാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഫർദർ ഇൻ ഡൗൺ സൈഡിലോട്ട് വരും. പക്ഷേ നിങ്ങൾ അത്രയും ലെവൽസ് ഒന്നും നോക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഈ ഒരു 2 ലെവൽസാണ്. ആ ഒരു ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഏത് രീതിയിലാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി മാർക്കറ്റിനെ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിക്സൊക്കെ ഓൾമോസ്റ്റ് 15 എബോവിൽ തന്നെയാണ് നിൽക്കുന്നത്. വിക്സിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്നോ എന്ന് നോക്കണം. വോളറ്റിലിറ്റി മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ബൈയേഴ്സിന് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.